നമുക്ക് തമിഴ്നാട്ടിലേക്കൊന്ന് പോകാം. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിലേതുപോലെ തന്നെ കുട്ടിക്കലാശവും ആഘോഷ പരിപാടിയൊന്നും കാര്യമായിട്ട് അവിടെ ഇല്ല. അതിനിടെ തമിഴ്നാട് രാമനാഥപുരത്ത് വോട്ടർമാർക്ക് പണം നൽകുന്നതിനിടെ 3 ADMK പ്രവർത്തകർ അറസ്റ്റിലായി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ സൗത്തിൽ സെന്തിൽ ബാലാജി വോട്ടിന് പണം നൽകുന്നതായി ADMK സ്ഥാനാർത്ഥി ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. തെങ്കാശി ആലങ്കുളം സ്ഥാനാർത്ഥി KRP പ്രഭാകരനെതിരെ വോട്ടിന് പണം നൽകാനുള്ള നീക്കത്തിൽ കേസെടുത്തിട്ടുണ്ട്. വോട്ടിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. നമുക്ക് ആദ്യം ഒന്ന് കാണാം. அவன் 10 வாட்டி கலைச்சிருவான்ல 25,000 கையில வச்சு ஒரு 25,000 புத்துக்கு கொடுக்க ஐடியா வச்சிருக்கோம். அதுல இருந்தா கூட 4 கொடுத்துட்டு ஏன்னா 5 கொடுத்துருக்கேன். அவங்க சொல்லி முறையா இருந்துன்னா அதை என்கிட்ட சொல்லி சொல்லி வாங்கிக்கிங்க. ஒரு ஓட்ட வீணாக்காங்க. உனக்கு இல்லப்பா முடிஞ்சு போச்சுப்பா இவ்வளவுதான் தந்தாங்க. அதெல்லாம் இல்ல ஏதாட்டும் வகையில வாங்கிக்கிறாங்க. அது 3000 கொடுத்துருமா என்ன ஒட்டிக்கடை கொடுத்து கொடுத்துட்டேன். 2 கொடுத்துறீங்க. എങ്ങനെ പണം വിതരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അതിനിടയിൽ ഉള്ളിൽ നിന്ന് ഒരു ചങ്ങാതി ഉള്ളിൽ പൈസയൊക്കെ എടുക്കുന്നത് കാണുന്ന സമയത്ത് പഴയ സിനിമയിലെ ചില സീനുകളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഉള്ളിലൊക്കെ പണം വെച്ചിട്ട് ഇതൊക്കെ അവിടെ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. പല സാധനങ്ങളും നേരിട്ടും അല്ലാതെയൊക്കെ കൊടുത്തുമൊക്കെ വോട്ട് പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിലും കാശാണ് ഇപ്പോഴും വോട്ടിലെ താരം, വോട്ടിന് നോട്ട്. അതിവിടെ നമ്മൾ പാലക്കാട് പിടിച്ചിരുന്നു, അത് പ്രേക്ഷകർ കണ്ടതല്ലേ. ഇതിപ്പോൾ ADMKയുടെ ഒരു വിശദീകരണ പരിപാടിയാണ് നടക്കുന്നത്. ആ വിശദീകരണ പരിപാടിയിൽ എങ്ങനെ നിങ്ങൾ പണം കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് നടക്കുകയാണ്. അതിനിടയിൽ ആ ചേട്ടൻ കണ്ടു കഴുത്തിലൂടെ ഇങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് പൈസ എടുക്കുന്നുണ്ട്. ഉൾഭാഗത്ത് എവിടെയോ തിരികെ വെച്ചേക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ. ഒന്നാലും രൂപ ആ ചേട്ടൻ്റെ ശരീരം മുഴുവൻ പൈസയാണെന്ന് തോന്നുന്നു. ആദിൽ പാലോട് ചേരുന്നുണ്ട് ചെന്നൈയിലെ സെയ്താപ്പേട്ടിൽ നിന്ന് തത്സമയം. കാലേ വണക്കം തമ്പി, വെരി ഗുഡ് മോർണിംഗ്. അതിൽ നല്ല ചൂടാണെന്ന് തോന്നുന്നു അല്ലേ? പുതിയ ചൂടാണ്. കാലേ വണക്കമൊക്കെ പറയുമ്പോഴും ഉച്ചയ്ക്ക് തന്നെ വെയിലടിക്കുന്നുണ്ട്. കലാശക്കൊട്ടാണ് വലിയ കേരളത്തിൽ ഇതുപോലെ ഒരു ആവേശമൊക്കെ ഉണ്ടോ അതിലവിടെ? കേരളത്തിലേതുപോലെ ഒരു ആവേശമോ കലാശക്കൊട്ടോ ഒരു പരിപാടി ഒന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സെയ്താപ്പേട്ടിലാണ്. ഇവിടുത്തെ പ്രധാന പരിപാടികൾ രാഹുൽ ഗാന്ധി വരുന്ന പരിപാടി, സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ, എടപ്പാടി പളനിസ്വാമി, TVK അധ്യക്ഷൻ വിജയ്, ഇവരൊക്കെ വന്നാൽ ഒരു നാടൊന്നാകെ ഇളകി മറിയുന്നതാണ് കാഴ്ച. ഞാനിപ്പോൾ സെയ്താപ്പേട്ടിലാണുള്ളത്. ഇവിടെ നമുക്ക് ഈ ക്രൗഡ് കാണാൻ കഴിയും. ഒരു 1000കണക്കിന് ആളുകളാണ്. ഇതുവഴി ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് കൂടി സ്റ്റാലിൻ അല്പസമയത്തിനുള്ളിൽ കടന്നു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണാനായി മണിക്കൂറുകൾക്ക് മുമ്പേ പുലർച്ചെ മുതൽ ഇവിടെ ആളുകൾ, പ്രവർത്തകർ എത്തിയിരിക്കുന്നതാണ് നമ്മൾ രാഹുൽ ഗാന്ധിക്കായി മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വശത്ത് മറ്റു പല പാർട്ടികളാണ്, ഒരു 20ഓളം പാർട്ടികളുണ്ട് ഈ DMK സഖ്യത്തിൽ എന്നതാണ് അരുൺകുമാർ. അതാ ഇവിടെ എങ്ങനെ எப்படி இருக்கு நெக்ஸ்ட் சிஎம் யாராவும் திருப்பி ஸ்டாலின் வரணும். சிஎம் நல்ல டெவலப் பண்ணி வச்சா, நல்ல டெவலப் ஆயிடுச்சு தமிழ்நாடு. அதர் ஸ்டேட்ல இருந்து தமிழ்நாடு நல்ல டெவலப் இருக்கா. நான் நார்த் இந்தியன், ஜார்க்கண்ட். நான் இங்க தமிழ்நாடு 10 வருஷம் ஆயிடுச்சா. 10 വർഷത്തില് ഇങ്ങതാ നല്ല സേഫസ്റ്റ് ചെന്നൈ തമിഴ്നാട്. ഇങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഏതായാലും നിരവധി പാർട്ടികളുടെ കൊടികൾ നമുക്കിവിടെ കാണാൻ കഴിയും. അരുൺ, നമുക്കറിയുന്നത് പോലെ CPMന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ ഇവിടെ കാണാം. അതിനൊപ്പം തന്നെ SDPIയുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ പതാകകളൊക്കെ ഒന്ന് മനു ബാലകൃഷ്ണൻ കാണിച്ചു കൊടുത്താൽ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കൗതുകം എന്നുള്ളത്. SDPIയുടെ കൊടി പതാക നമ്മളിവിടെ കാണുകയാണ്. ആ SDPIയുടെ പതാകയുടെ തൊട്ടടുത്ത് തന്നെ CPMന്റേത് കാണാം. എതിർവശത്തേക്ക് വന്നാൽ ഇവിടെ കാണുന്നത് കോൺഗ്രസിന്റെയും SDPIയുടേതുമാണ്. അങ്ങനെ നിരവധി കക്ഷികളുടെ പതാകകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. SDPIയും അവരൊക്കെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ കേരളത്തിൽ നടക്കുകയാണ്. ആർക്ക് പിന്തുണ കൊടുത്തു എന്ന അഭിപ്രായങ്ങൾ തന്നെ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ചർച്ചകൾ. എപ്പി ഇருக்கு? சூப்பரா இருக்குது. நம்மளுடைய சைதாப்பேட்டி வெற்றி வேட்பாளர் யாரு வின் பண்ணுவேன்? அண்ணன் மா சுப்பிரமணியம் தான் கன்ஃபார்ம் வெற்றி. சைதாப்பேட்டில DMK ஸ்டாலின் ஆகும் அசியம் கன்ஃபார்ம் 200 வெற்றி உறுதி செய்யப்பட்டது. മാ സുബ്രഹ്മണ്യൻ വെറ്റി ഉറുതി. മാ സുബ്രഹ്മണ്യൻ എന്ന ആരോഗ്യമന്ത്രി, DMKയുടെ ആരോഗ്യമന്ത്രിയാണ് ഇവിടെ മത്സരിക്കുന്നത്. சொல்லுங்க சார். சிஎம் யார் யாவும் தேர்தல் எப்படி இருக்கு? அடுத்து ஸ்டாலின் தான் சிஎம். ஸ்டாலின் தான் சிஎம். അടുത്ത സിഎം 7ാം മുறை സ്റ്റാലിൻ தான் സിഎം. സ്റ്റാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. പല പാർട്ടികളിൽ നിന്നുള്ളവരുണ്ട്. ഈ ഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഒരല്പം കൂടി പോയാൽ CPMന്റെ ആളുകളുണ്ട്.
என்ன எப்படி இருக்கு? மாசா இருக்குது. தலைவர் வராரு. இந்த வாட்டி திராவிட மாடல் 2.0 தான் கன்ஃபார்மா. உதயசூரியன் ஆட்சி மீண்டும் வரும். திராவிட தலைவர் முத்துவேல் கருணாநிதி ஸ்டாலின் வாழ்க. കൺഫേം 100% കൺഫേം. தலைவர் സ്റ്റാലിൻ மீண்டும் வரார். ഓക്കെ, വലിയ ആവേശമാണ്. ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വശത്തേക്ക് വന്നാൽ ഇവിടുത്തെ സ്ത്രീകളെ കാണാം. മനുവാലക്ഷ്മി ഈ ഭാഗത്തേക്ക് കാണിച്ചാൽ ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും ഇവിടെ അരുൺകുമാർ മറ്റൊരു പ്രശ്നം നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ സാധാരണഗതിയിൽ ഈ പ്രചരണ ബോർഡൊന്നുമില്ല. പക്ഷെ ആ പൈസയെല്ലാം വോട്ടർമാർക്ക് കൊടുക്കുകയാണെന്നുള്ളതാണ് ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു പരാതി. ആ പ്രചരണത്തിനുള്ള ചെലവിന്റെ തുക ആളുകൾക്ക് കൊടുക്കുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വോട്ടർക്ക് 5000 രൂപ കൊടുത്തുവെന്നാണ് സെന്തിൽ ബാലാജിക്കെതിരെയുള്ള പരാതി. ആ വിധത്തിലാണ് ഇവിടുത്തെ പരിപാടികൾ നടക്കുന്നത്. അമ്മമാരോട് കൂടി ചോദിച്ചാൽ എവിടെ സ്റ്റാലിൻ തന്നെ ஸ்டாலின் தானே? ஆமா அதேதாப்பா. எப்படி இருக்கு ஆட்சி? நல்லா இருக்கு, நல்லா இருக்கு, நல்லா இருக்கு. ആച്ചി എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ്. നെക്സ്റ്റ് സിഎം യാവണോ? ஐயா സിഎം തലവരാ தலை. ஆமா. അതാണ് ദാ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. வணக்கம். எங்களுக்கு என்னைக்குமே ஸ்டாலின் தான். கலைஞர் எங்களுக்கு எல்லா உதவியும் செய்யறாரு, எல்லா நன்மைகளும் செய்யறாரு. நாங்க வந்து கஷ்டப்படுற அளவுக்கு பாலம் கட்டி கொடுத்துருக்காரு. வேலைக்கு போறதுக்கு மகளிர் ஃப்ரீ பஸ் கொடுத்துருக்காரு. ஆட்சி நல்லா இருக்கு. அல்ல அம்மாவோட அது முடிஞ்சு போச்சு. അമ്മാവോട് അതിമുഖ முடிஞ்சு പോச்சு. അരുൺകുമാർ, തിമുക എന്ന് പറഞ്ഞാൽ DMK എന്നാണ്. തിമുക എന്നാൽ DMK ഇവിടെ പറയുന്നത്. അതിമുഖ എന്ന് പറഞ്ഞാൽ ADMK. ADMK അമ്മയോട് കൂടി അത് നശിച്ചുപോയി. അമ്മയോട് കൂടി முடிஞ்சு போச்சு. എടപ്പാടി നല്ലല്ലേ? எடப்பாடிக்கு இடம் இல்ல. தமிழ்நாட்டை விட்டு எடப்பாடி வெளியே போடும். அடுத்து வரணும். திமுக ஆட்சி தான் அடுத்து வரணும். അതാണ് ഈ ഭാഗത്തും കാണാം. ഏതായാലും വലിയ ആവേശത്തിലാണ് ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ. എവിടെ ഇരിക്കമാ? எனக்கு ரொம்ப ஆசை ஸ்டாலின் வரணும். நல்ல ஆட்சி 2000 கிடைக்குது. பசங்களுக்கு நல்ல உதவி செய்யறாரு. ஆமா நல்லது. அவர் வந்தாவே எங்களுக்கு பிடிக்கும் ரொம்ப. ഓക്കെ. ആണ് സ്റ്റാലിൻ വരണം എന്ന വാക്കുകൾ മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റാലിൻ ഇവിടേക്ക് എത്തും. വലിയ ആവേശത്തിലാണ് തമിഴ്നാട് മുഴുവൻ. അരുൺകുമാർ, ഓക്കെ, നേരത്തെ അതിൽ പറഞ്ഞപ്പോഴാണ് ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ. ഒരർത്ഥത്തിൽ പറഞ്ഞാലേ ഈ പറയുന്ന ഫ്ലെക്സും ബോർഡും ഒക്കെ വെക്കുന്നതിനേക്കാൾ നല്ലത് വോട്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊടുക്കുന്ന. പക്ഷേ കോഴ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഈ സമയത്തല്ലാതെ നേരത്തെയൊക്കെ കൊടുത്തിരുന്നെങ്കിലും പ്രയോജനമുണ്ട്. എന്താ മൊത്തത്തിൽ ADMK പൈസ കൊടുക്കുന്നു എന്നൊക്കെ ഒരു വാദം കേൾക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മളൊരു വിശദീകരണ ക്ലാസ് ഒക്കെ കണ്ടു, സ്റ്റഡി ക്ലാസ്, എങ്ങനെ പൈസ കൊടുക്കണമെന്ന്. ഒരു ചേട്ടൻ ഉടുപ്പിന്റെ ഇടയിൽ നിന്നൊക്കെ പൈസയൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടു. അരുൺകുമാർ, അത് വളരെ പ്രധാനമാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ആ സ്ഥാനാർത്ഥിയുടെ പേര് തെങ്കാസി ആലംകുളം സ്ഥാനാർത്ഥി KRP പ്രഭാകരനാണ്. പ്രഭാകരൻ ADMKയുടെ സ്ഥാനാർത്ഥിയാണ്. കൃത്യമായി വിശദീകരണ ക്ലാസ് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ഈ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. 5000 രൂപ വരെ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആകെ കൂടി സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യം, ഒരു വോട്ടിനാണ് ഈ പണം നൽകുന്നത്. 1000-ഉം 2000-ഉം 5000-ഉം ഒക്കെ നൽകുന്നത് പതിവ് കാഴ്ചയാണ്. ഈ 50ഓളം പേരെ കൂടിയിരുന്ന പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംബന്ധിച്ചുള്ള വീഡിയോ നമ്മൾ കാണുകയും ചെയ്തു. അത് ഒരു വശത്താണ്, തെങ്കാസിയിൽ നടന്ന കാര്യമാണ്. മറ്റൊന്ന് രാമനാഥപുരത്താണ്. 3 ADMK പ്രവർത്തകരെ ഫ്ലൈയിംഗ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കൃത്യമായ തെളിവുകളോടുകൂടി ഫ്ലൈയിംഗ് സ്ക്വാഡ് തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവരെ പിടികൂടുകയും പണം നൽകുന്നത് കൈയോടെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കേസ് വരുന്നത് കോയമ്പത്തൂർ സൌത്തിലാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി സെന്തിൽ ബാലാജിയാണ്. 5000 രൂപ ഒരു വോട്ടിന് കൊടുത്തു എന്ന ആരോപണത്തിന്മേൽ ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി എതിർ സ്ഥാനാർത്ഥി പോയിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രത്യാരോപണങ്ങൾ ഉയർന്നു. അത്യാവേശത്തിൽ ഇളകി മറിയുകയാണ് തമിഴ്നാട് അരസിയൽ. അരുൺ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രഭാകരൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് പണവിതരണം നടക്കുന്ന ഒരു സ്റ്റഡി ക്ലാസ് പോലും അവിടെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാണല്ലേ ആദിൽ പാലോട്. ഇനി അവിടെ ആൾക്കാരുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും 5000 രൂപ ഇവർ തരും, 4000 രൂപ ഇവർ തരും എന്നൊക്കെ പറയും. പാവപ്പെട്ട മനുഷ്യരാണ്. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കുറച്ച് പൈസ തടയുന്ന ഒരു സമയം എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലുമല്ല, ചിലയിടങ്ങളിലെങ്കിലും ഇങ്ങനെ പൈസ കൊടുക്കുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് DMKക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട്. സെന്തിൽ ബാലാജിക്ക് 5000 രൂപയാണ് കൊടുക്കുന്നതെന്നാണ് ADMK പറയുന്നത്. തിരിച്ച് ADMK ഒരു സ്റ്റഡി ക്ലാസ് വെച്ച് എങ്ങനെ പൈസ വിതരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപസ്തംഭം മഹാചര്യം, മുഖം കിട്ടണം പണം, അത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നത് ജനാധിപത്യത്തിൽ അപകടകരമാണ്.